ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ടെറസ് കിച്ചണിൽ വെച്ച് തന്നെയാണ് നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് കുടിക്കാനുള്ള പാനീയമാണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷേ നമുക്കിങ്ങനെ കോരിക്കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരു കസ്റ്റേർഡാണ്. ഇതൊരു കോക്കനട്ട് കസ്റ്റേർഡെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഭയങ്കര ടേസ്റ്റാണ്. അതിങ്ങനെ ഒരു പുഡിങ് പോലെയല്ല, ശരിക്കും പുഡിങ് പോലെ ആണെങ്കിലും കഴിക്കാം. ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കുറുക്കിയൊക്കെ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ പറ്റിയൊരു സംഭവം. സിമ്പിളാണ്. അത് നോമ്പ് തുറയ്ക്ക് പറ്റിയൊരു കാര്യമാണ്. നമുക്കതൊരു പ്രധാനമായിട്ട് ഒരു സ്നാക്കെല്ലാം കഴിക്കുന്ന കൂട്ടത്തിൽ അതും ഒക്കെ കഴിക്കാം. ഓക്കെ, കോരി കുടിക്കുന്ന അല്ലെങ്കിൽ കോരി കഴിക്കുന്ന അങ്ങനത്തെ സംഭവം. ഇതിന് വേണ്ട പാല് അര ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ, അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വയ്ക്കാം കസ്റ്റേർഡ് കലക്കാനായിട്ട്. ഒരല്പം പാലും മാറ്റി വെച്ചിട്ട് ബാക്കി പാലിങ്ങനെ ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിനകത്തേക്ക് 1 ടിൻ കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാൻ പോകും. ഇത് അത്യാവശ്യം മധുരമുള്ള കാര്യം തന്നെയായിരിക്കും. കാര്യം ഇതിപ്പോൾ നമ്മൾ അര ലിറ്റർ പാലിൽ 1 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ പോകും. ഒരു ഫുൾ ടിന്നും ചേർക്കുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ് ആയിരിക്കും. അയ്യോ, വെരി ടേസ്റ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡ് വെറുതെ കഴിക്കാനും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പ്രത്യേകിച്ച് മധുരമൊന്നും ആവശ്യമില്ലല്ലോ, പഞ്ചസാര ഒന്നും ചേർക്കേണ്ട, സുഖ പരിപാടിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടുപ്പ് കത്തിക്കാം. അതിന് മുന്നേ കസ്റ്റേർഡും കൂടി ഒന്ന് കലക്കി വയ്ക്കട്ടെ. കസ്റ്റേർഡ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഈ മാറ്റി വെച്ചിരിക്കുന്ന പാലിൽ 2 ടേബിൾ സ്പൂൺ ഇടുന്നു. ഇത് വാനില ഫ്ലേവേർഡ് തന്നെയാണ് കസ്റ്റേർഡ് പൗഡർ. ഇത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലെ പാലാണല്ലോ, അത് കാരണമാണ് നമ്മൾ ചൂടാക്കുന്നതിന് മുന്നേ കുറച്ച് പാലിങ്ങനെ മാറ്റിയിട്ട് കസ്റ്റേർഡ് കലക്കുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നല്ല കുറുകിയ രീതിയിൽ അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ തിക്കാക്കി എടുക്കും. ഇപ്പോൾ നോക്കിയാൽ പാലെല്ലാം ഇങ്ങനെ നല്ല ചൂടായി ആവി വരുന്നുണ്ടോ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. തീ ഒന്ന് കുറയ്ക്കാം, കൈയെടുക്കാണ്ട് ഇളക്കാം. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തിക്കാകും. എടുക്കാണ്ട് ഇളക്കണം. ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ളൊരു തവിയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇത് നോക്കിയേ, സ്മൂത്തായി വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറച്ചുകൂടി ടൈറ്റാകും. ഇതേ കട്ടിയായി തുടങ്ങി. അതിൻ്റെ തിക്ക് കസ്റ്റേർഡായിട്ട് മാറും. ഈ രീതിയിലായി കഴിഞ്ഞു. ഇത് നോക്കിയേ, ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി തിക്കാകുകയുള്ളൂ, ഒട്ടും തന്നെ തിന്നാവില്ല. നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നു. ആയിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് തിളച്ച് കഴിഞ്ഞു. ഇത് നല്ലത് കട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് കസ്റ്റേർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ അത് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. നല്ല കോക്കനട്ട് ഫ്ലേവർ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തേങ്ങാപ്പാൽ ഇടാം, പക്ഷേ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. ഞാനിപ്പോൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഞാനൊരു ഫുൾ പാക്കറ്റ് എടുത്തു. ഒരു 100 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റ് 1 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്താണ്. ഓക്കെ, നൈസ്. നല്ല കട്ടി അങ്ങനെ നല്ല തിക്കൊരു കസ്റ്റേർഡ് ഇവിടെ റെഡി. ഇനി ഇതിരുന്ന് കുറച്ചുകൂടി കട്ടിയാകും. ഇത് നമ്മൾ കുറച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ മേളിലൊരു സ്കിൻ ഡെവലപ്പ് ചെയ്യുക, അതായത് പാട പോലെ വന്ന് അടയരുത്. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ കസ്റ്റേർഡിന് നല്ല ഒരു കോക്കനട്ട് ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇനി ഞാനിത് ഒരു ഡിഷിലേക്ക് മാറ്റുന്നു. അപ്പോൾ കസ്റ്റേർഡ് ഏതാണ്ടതേ തണുത്തു, ഓൾമോസ്റ്റ് തണുത്തു എന്ന് പറയാം. അങ്ങനെ കുറച്ചിങ്ങനെ സെറ്റായതുപോലെ ഇരിക്കുന്നു. ഇത് സവർ കോക്കനട്ട് കസ്റ്റേർഡ്. ഇനി കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഗീ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ചൂടാക്കിയിട്ട് 3 കാര്യങ്ങൾ. ഒന്ന് അണ്ടിപ്പരിപ്പാണ്, പിന്നെ ഇത് 3 എന്നുള്ളത് കൂടുതലാകാം. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ആൽമണ്ട്സോ പിസ്തയൊക്കെ വേണമെങ്കിൽ ചോപ്പ് ചെയ്തിടാം. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാനൊരു 80 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. പിന്നെ പോപ്പി സീഡ്സ്, സാധാരണ മസാലയിൽ കാണുന്ന കശയില്ലേ, അത് പോപ്പി സീഡ്സ്, അത് കുറച്ച് ഒരു 1, 2, 3 ടേബിൾ സ്പൂൺ വേണമെങ്കിലാവാം. 2 ടേബിൾ സ്പൂൺ എന്ന് പറയും. പിന്നെ ഇനി വേണ്ടതാണ് ഈ ഒരു വെർമിസലി. ഇത് കുനാഫ വെർമിസലി എന്ന് പറഞ്ഞിപ്പോൾ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനി വെർമിസലി പറഞ്ഞിട്ട് വളരെ തിന്നായിട്ട് കനം കുറഞ്ഞ
എത്ര മെലിഞ്ഞിരിക്കും അത്രയും മെലിഞ്ഞിരിക്കുന്ന ടൈപ്പ് വെർമിസലി എടുക്കുക. ഇതിപ്പോൾ കുനാഫ വെർമിസലി എന്ന് പറഞ്ഞ് ഇപ്പോൾ കിട്ടുന്നൊരു ടൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്ന് വറുക്കണം. അത് ഫ്രൈഡായിട്ടും കിട്ടും, അല്ലാതെ കിട്ടും. ഇതിപ്പോൾ ഫ്രൈഡ് അല്ല, അതുകൊണ്ട് വറുക്കുന്നു. ഇനി ഫ്രൈഡ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് ഈ ബട്ടറിലൊന്ന് സോട്ട് ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇതെന്താ സോൻ പപ്പടി പോലെ തോന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയല്ല, ഇതിനി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കരുകരുപ്പായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇതല്ലെങ്കിൽ ആ പാകിസ്ഥാനി വെർമിസലി ഇല്ലേ, അത് വാങ്ങിയാലും മതി, വളരെ തിന്നായിട്ടുള്ള. പോപ്പി സീഡ്സ് മസാലയിൽ കിടക്കുന്ന ഗരം മസാലയുടെ ഭാഗമായിട്ടുള്ള കശ. ആദ്യം അണ്ടിപ്പരിപ്പ് തന്നെ വറുക്കാം. ഇത് കളർ മാറുന്നുണ്ടോ, കറക്റ്റ് പാകത്തിനായി കഴിഞ്ഞു. ബട്ടറിൽ നിന്ന് മാറ്റും. ഇനി നമ്മളുടെ പോപ്പി സീഡ്സ് ഒന്ന് വറുക്കാം. ആഹാ, അതിങ്ങനെ പൊട്ടിത്തെറിക്കും. പൊട്ടി ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു. അതും പാകത്തിന് മൂത്ത് കഴിഞ്ഞു. കഴിയരുത് ഒന്നും, അതിങ്ങനെ മാറ്റാം. ഇതൊക്കെ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം. വീണ്ടും കുറച്ച് വെണ്ണ, വെർമിസലിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഇതും പാകത്തിന് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനൊരു ചൂടുണ്ടല്ലോ പാത്രത്തിന്, ആ ചൂട് മതി. കളർ മാറിയത് കണ്ടോ, കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറണം. ഇത് ആക്ച്വലി നല്ല ആ ചെറിയ വെർമിസലി ഇല്ലേ പാകിസ്ഥാനി, അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. പക്ഷേ ഇതും കുഴപ്പമില്ല, നമുക്ക് ഈ കുനാഫ ടൈപ്പ് കിട്ടുന്നുണ്ട്. കുനാഫ വെർമിസലി പറഞ്ഞ് ശരിക്കുള്ള കുനാഫ ഡോ അല്ല, ഇതിപ്പോൾ വേറെ ഒരു ചില കമ്പനീസ് ഇറക്കുന്നുണ്ട്. അതും കൂടി ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 സാധനമാണ് ഇതിൽ ടോപ്പിംഗ് ആയിട്ട് ഇടുന്നത്. ഈ കസ്റ്റാർഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നട്ട്സ് ഇടാം. ഇതിങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കൺസിസ്റ്റൻസി. അങ്ങനെ പുഡിങ് എന്ന് പറയാൻ പറ്റില്ല, വേറൊരു സ്റ്റൈലിലാണ് ഇത് വരുന്നത്. ഇങ്ങനെ കോരി കഴിക്കുന്ന ടൈപ്പ്. ഇതെല്ലാം ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. ഈ പോപ്പി സീഡ്സൊക്കെ വറുത്തത് എത്ര വേണമെങ്കിലും ഇടാം, നമുക്ക് ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. ഫ്രൈഡ് വെർമിസലീസ്, ഇതിങ്ങനെ കോരി എടുക്കുമ്പോൾ ഇതും കൂടി ചേർന്ന് കിട്ടും. അപ്പോൾ അത് കടിക്കാനായിട്ട് ഇങ്ങനെ നല്ല രസമായിരിക്കും. നമ്മുടെ കസ്റ്റേർഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടും. ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താ രുചിയെന്ന്. അപ്പോൾ ഈ കസ്റ്റേർഡിന് നല്ലൊരു കോക്കനട്ട് ഫ്ലേവറാണ്. അപ്പോൾ അതിങ്ങനെ കോരി എടുക്കുമ്പോൾ ഈ ടോപ്പിങ്ങോടുകൂടി എടുക്കാം. അപ്പോൾ ആ കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു നോമ്പ് തുറയായിട്ടല്ലേ. ഇനി ഇതിൽ നിന്നും കുറച്ചെടുക്കാം. അതെ, ഇങ്ങനെയാണ് എടുക്കുമ്പോൾ വരുന്ന കാര്യം. ഒരുപാട് തിക്കല്ല, കോരി കുടിക്കാൻ ഉള്ള പാകം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ്, ആ കസ്റ്റേർഡ് ഭാഗം നന്നായിട്ട് തണുപ്പിക്കുക. എന്നിട്ട് നല്ല തണുത്ത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് എടുത്തിട്ട് ആ കഴിക്കുന്ന സമയത്തിന് തൊട്ട് മുന്നെയാണ് ഈ ടോപ്പിംഗ് എല്ലാം ഇടുന്നത്. അത് നല്ല എന്താ കരുകരുപ്പായിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ടോപ്പ് ചെയ്തിട്ടിട്ടാണ് എല്ലാവർക്കും സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ. കഴിക്കുമ്പോൾ എല്ലാം കൂടി ചേർന്ന് കഴിക്കും. ആഹാ, കുറേ കാര്യങ്ങൾ എനിക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. ആഹാ, ഇനി എടുക്കുമ്പോൾ എല്ലാം കൂടി ചേർന്ന് വരും. ആ വെർമിസലി, ഫ്രൈഡ് നട്ട്സ്, പോപ്പി സീഡ് എല്ലാം കൂടി ഒരു ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. ഒരുപാട് സ്വാദിൻ്റെ സമ്മിശ്ര സമ്മേളനം. കസ്റ്റേർഡ് വിത്ത് ദാറ്റ് കോക്കനട്ട് ഫ്ലേവർ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് തണുപ്പിച്ച് തന്നെ കഴിക്കുക. കാര്യം നമ്മുടെ ഈ നോമ്പ് സമയം എന്ന് പറയുന്നത് ഈ ഒരു വേനൽക്കാലത്ത് തന്നെയല്ലേ. അപ്പോൾ ഈ നോമ്പൊക്കെ എടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടയേർഡായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട്
ലാസ്റ്റ് ഡിസേർട്ട് പാർട്ട് പോലെ ഒന്ന് കൂളാക്കാൻ, ശരീരത്തിനെ ഒന്ന് കൂളാക്കാൻ, വയറിനെയൊക്കെ കൂളാക്കാൻ ഒരു പുഡിങ് പോലെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഐറ്റം. ഓക്കെ, ഉണ്ടാക്കി നോക്കണം, മറക്കണ്ട. അപ്പോൾ ഫീഡ്ബാക്ക്സ് തരാം. എനിക്ക് താഴെ വയ്ക്കാൻ തോന്നുന്നു, പിന്നെ കഴിക്കാൻ തോന്നും. നിങ്ങൾ അയ്യോ എന്തൊക്കെ കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.